സണ്ണി എം കപ്പിക്കാട് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് വളരെ മുമ്പ് തന്നെ പറയപ്പെട്ടിരുന്നു. അദ്ദേഹവും അത് പറഞ്ഞിരുന്നു. വൈക്കം മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു, UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നു, പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട പട്ടിക വന്നപ്പോൾ വൈക്കത്ത് മറ്റൊരാളാണ്, സണ്ണിക്ക് സീറ്റില്ല. ഇന്ന് പ്രതിപക്ഷ നേതാവിനോട് ഈ ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സണ്ണി എം കപ്പിക്കാടും കൂട്ടരും തന്നെ വന്ന് കണ്ടിരുന്നു, ഒരു സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു, അങ്ങനെയെങ്കിൽ വൈക്കത്ത് പരിഗണിക്കാം, പക്ഷേ മുന്നണിയിലും പാർട്ടിയിലുമൊക്കെ ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പിന്നീട് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നു. അങ്ങനെ വൈക്കത്ത് പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വേണം എന്നുള്ള ആവശ്യമുയർന്നു. അങ്ങനെയാണ് സണ്ണി എം കപ്പിക്കാടിന് സീറ്റ് കിട്ടാതായത്, കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളതാണ് ഔട്ട് ഓഫ് ഫോക്കസ് അന്വേഷിക്കുന്നത്. സണ്ണി എം കപ്പിക്കാടിന് സീറ്റ് നിഷേധിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം കോൺഗ്രസിനുണ്ടോ? അതിൽ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് അതിനുള്ള ബലമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇതിൽ കാണേണ്ട കാര്യം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് UDF കുറിച്ച് സംസാരിക്കുമ്പോൾ VD സതീശൻ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുണ്ട്. ഇതൊരു എന്താണ്, വലിയൊരു സാമൂഹിക മുന്നണിയായി മാറുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അപ്പോൾ പുതിയ പാർട്ടികൾ വരുന്നതിനെ കുറിച്ചാണെന്ന് അങ്ങനെയല്ല, പാർട്ടികൾ എന്നുള്ളതല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ മുന്നണിയാണ് UDF അങ്ങനെ ആകുകയാണെന്ന് നിരന്തരം അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ CK ജാനു UDF അസോസിയേറ്റ് മെമ്പർ ആവുന്നു. CK ജാനു മാനന്തവാടിയിൽ മത്സരിക്കും, UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നു. അതിന് അതേ അവസരത്തിൽ തന്നെയാണ് സണ്ണിയുടെ പേര് വരുന്നത്. സണ്ണി വൈക്കത്ത് UDF സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന വാർത്ത വരുന്നു. അതിനെ നിഷേധിക്കാതിരിക്കുന്നു UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം. അപ്പോൾ സണ്ണി വൈക്കത്ത് സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് ഏതാണ്ട് എല്ലാവരും ഒരു ഉറപ്പിച്ച മട്ടിലായിരുന്നു. ഉറപ്പിച്ച മട്ടെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ കടത്തുരുത്തിയിലുണ്ടായിരുന്നു. KK കൊച്ചിൻ്റെ 1ാം ചരമവാർഷികമായിരുന്നു. അവിടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ദളിത് ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സണ്ണിയായിരുന്നു ആ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഏതാണ്ട് ആളുകളുടെ പ്രഭാഷണത്തിലും സ്വകാര്യ സംഭാഷണങ്ങളിലുമെല്ലാം സണ്ണി വൈക്കത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായി ഉറപ്പിച്ച മട്ടിലാണ് എല്ലാവരും സംസാരിച്ചത്. വളരെ വളരെ വലിയ സ്വീകാര്യതയാണ് സണ്ണിക്ക് അവിടെ ലഭിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഈ ദലിത് സംഘാടകരെ കുറിച്ച് പറയുന്ന ഒരു വിമർശനം ഒരാൾ വരുന്നത് കണ്ടാൽ പിടിച്ചു താഴ്ത്തുന്നു, അല്ലെങ്കിൽ ഐക്യമില്ല, പരസ്പരം പാരവെക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു. ML പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നൊരു വിമർശനം ദലിത് സംഘടനകളെക്കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ചാൽ, വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ധാരകളിൽപ്പെട്ട ദലിത് സംഘടനാ നേതാക്കന്മാരും ബുദ്ധിജീവികളും എല്ലാവരും സണ്ണിയുടെ കാര്യത്തിൽ ഒരേ സ്വരത്തിൽ, ഒരേ ആവേശത്തിൽ, ഒരേ സന്തോഷത്തിൽ സംസാരിക്കുന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ദലിത് ഇൻ്റലക്ച്വൽ, അദ്ദേഹം ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നു, നിയമസഭയിലേക്ക് മത്സരിക്കുന്നുള്ളത് എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് പങ്കുവച്ചത്. പക്ഷെ ഞാൻ ഈ കക്ഷികളോടെല്ലാം എൻ്റെ സംസാരത്തിൽ നിങ്ങളീ പറയുന്ന ആവേശമൊന്നും ആ ക്യാമ്പിലില്ല കേട്ടോ, കോൺഗ്രസ് നേതൃത്വമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇതല്ല എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും അതല്ല, സണ്ണിച്ചേട്ടൻ എന്തായാലും സ്ഥാനാർത്ഥിയാകും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് അവിടുന്ന് കിട്ടിയൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെല്ലാവരും ഉറച്ച് വിശ്വസിച്ചിരുന്നു UDF സ്ഥാനാർത്ഥിയായിട്ട് സണ്ണി വൈക്കത്തുണ്ടാവും. എന്നാൽ വൈക്കത്ത് തന്നെയുള്ള ചില ദലിത് സംഘടനാ പ്രവർത്തകരായിട്ട് ഞാൻ സംസാരിച്ചു. അവരൊക്കെ വലിയ ആവേശത്തിലും വലിയ ആഹ്ലാദത്തിലുമായിരുന്നു. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പം അതുമാത്രമല്ല, ഈ നമ്മുടെ ജാനുവില്ല, മാനന്തവാടിയിൽ ജാനുവില്ല. അപ്പോൾ അത് നോക്കൂ, ഇതിൽ ഒന്നാമത്തെ പ്രശ്നം, സണ്ണിക്ക് സീറ്റ് കൊടുക്കുന്നതിന് കോൺഗ്രസിനൊന്നും ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല. സണ്ണി കോൺഗ്രസ് പ്രവർത്തനമൊന്നുമല്ല. പക്ഷേ VD സതീശനും സംഘവും മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ടായിരുന്നു UDFുമായി ബന്ധപ്പെട്ട്. UDF എന്നുള്ളത് ഒരു സാമൂഹിക മുന്നണിയാണ്. ഒരേ സമയം എല്ലാ ധാരകളിലും പെട്ട, സമൂഹത്തിൻ്റെ വ്യത്യസ്ത ധാരകളിൽപ്പെട്ട രാഷ്ട്രീയ ചിന്തകളെ, പൊളിറ്റിക്കൽ കറണ്ടുകളെ അതിനെ സമ്മേളിപ്പിക്കുന്ന ഒരു റെയിൻബോ അലയൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് UDF കുറിച്ച് മുമ്പോട്ട് വെക്കുകയായിരുന്നു. അത് പൊളിഞ്ഞ് പാളീസാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്ന VD സതീശൻ ഒരുപക്ഷെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും. VD സതീശൻ്റെ ഭാവനയുള്ള ഒരു UDFും ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റെല്ലാം ഉണ്ട്. അതെല്ലാം അടിപടലം പൊളിയുന്നതാണ് നമ്മൾ കാണുന്നത്. കനപോലും ഇല്ല, സർവേ ഇല്ല, ഇത്തരം സംഗതികളൊന്നുമില്ല. അവസാനം സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കോൺഗ്രസ്സിൽ എപ്പോഴും സംഭവിക്കുന്നത് പോലെ വളരെ പച്ചയായ ഗ്രൂപ്പ് വീതം വെപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ലെജിസ്ലേറ്റീവ് പാർട്ടി ചേരുമ്പോൾ
എനിക്ക് കൈപൊക്കാൻ എത്ര പേരുണ്ടാവുമെന്നാണ് ഓരോ നേതാക്കന്മാരും ആലോചിച്ചത്. അങ്ങനെ അതാണ് ഇത്ര വൈകാനും കാരണം. ഇത് വൈകുന്ന മെനിയാന്നും മാധ്യമങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചതാണല്ലോ നമ്മളെല്ലാവരും. സതീശൻ എത്ര എന്താ പറയുക മ്ലാനവദനായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സതീശൻ്റെ പ്ലാനുകളെല്ലാം വെട്ടി നിരത്തുന്ന സ്വഭാവത്തിൽ വേറെ ഈ പറയുന്ന ഗ്രൂപ്പ് പ്ലേ ആണ് അതിനകത്ത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ സണ്ണിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടാകാം. ആ വാക്ക് സതീശന് പാലിക്കാൻ പറ്റിയിട്ടില്ല. അതിനപ്പുറമുള്ള ഈ ഗ്രൂപ്പ് വിധങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ സണ്ണിയില്ല, ജാനുവില്ല, വേറെയും ഒരുപാട് പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. ഇടയ്ക്ക് പിന്നെ അംബുജാക്ഷൻ ഇന്ദിരാഭവൻ സന്ദർശിക്കുകയും അംബുജാക്ഷൻ മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പറയപ്പെട്ടിരുന്നു. പ്രശാന്ത് ഈഴവൻ കയ്പമംഗലത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് പറയപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ്സിൽ തന്നെ ഈ എന്താ പറയുക പിന്നോക്ക ഈഴവ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന അനൂപ് വിയാറിൻ്റെ പേര് അവരൊന്നുമില്ല, ആ നിലകളൊന്നുമില്ല. സ്ഥിരം എന്താണ് ഈ പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് മാനേജേഴ്സും ഗ്രൂപ്പ് കളിക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ഈ പറഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഈ സംഘടനാ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറം കടന്ന് ഈ വിശാലമായ ഒരു മഴവിൽ സഖ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നേമത്ത് രാഹുൽ ഈശ്വറിൻ്റെ പേര് വന്നു. നേമത്ത് രാഹുൽ ഈശ്വറും വൈക്കത്ത് സണ്ണി കവിക്കാടുമുള്ളൊരു മുന്നണി എന്ന് പറഞ്ഞാൽ ഞാനതിനെക്കുറിച്ചൊരു വിസ്മയ മുന്നണി. അതാണ് യഥാർത്ഥത്തിലുള്ള റെയിൻബോ അലയൻസ് എന്ന് പറയുന്നത്. എന്നാണ് ഞാനൊരു ബ്രാഹ്മിൻ ആക്ടിവിസ്റ്റാണെന്ന് പറയുന്ന വലതുപക്ഷ ഹിന്ദു ആക്ടിവിസ്റ്റാണ്, സവർണ ആക്ടിവിസ്റ്റാണ് എന്ന് പറയുന്ന രാഹുൽ ഈശ്വറും ഒരു ദലിത് ഇൻ്റലക്ച്വൽ, കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ ദലിത് ഇൻ്റലക്ച്വലായ സണ്ണി കവിക്കാടും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി. അതാണ് ഈ പറഞ്ഞ സാമൂഹിക മുന്നണി അല്ല റെയിൻബോ അലയൻസ് എന്ന് പറയുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യത കോൺഗ്രസ്സിന് ഏറ്റവും വലിയ പ്രസക്തി തന്നെ അതാണ്. ഇന്ത്യയിൽ എന്താണ് കോൺഗ്രസിൻ്റെ യുവാസ്പി എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് സാധ്യമാകുന്ന ഘടകം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും ഇന്ത്യയുടെ കരുത്തിനെയും ഇന്ത്യയുടെ ദൗർബല്യങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അവിയൽ രാഷ്ട്രീയം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസീയത എന്ന് പറയുന്നത്. അല്ലാതെ വേറെ നിലയ്ക്ക് ഒരു ഐഡിയോളജിക്കലി ടൈറ്റായിട്ടുള്ള ഒരു സംഘമല്ല. ഇന്ത്യൻ ഡിവേഴ്സിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇന്ത്യൻ വൈവിധ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ ദേശീയത. ആ ഇന്ത്യൻ ദേശീയത റെപ്രസെൻ്റ് ചെയ്യുന്നൊരു പാർട്ടി. പക്ഷെ അത് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല പല സന്ദർഭങ്ങളിലും. പലപ്പോഴും ഈ പറഞ്ഞ സവർണ ഒളിഗാർക്കി എന്ന് പറയുന്ന, അപ്പർ കാസ്റ്റ് ഒളിഗാർക്കി എന്ന് പറയുന്ന അതിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു. അതുകൊണ്ടാണ് രമേഷ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വൈക്ലഭ്യവും അതിൽ ഒരു തടസ്സവുമില്ല. പക്ഷേ സണ്ണി കവിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ പരിമിതിയാണ് കോൺഗ്രസിനെ ഇന്ത്യയിൽ ദുർബലമാക്കിയത്. ഇന്ത്യയിൽ നോക്കൂ, ഈ പറയുന്ന പുതിയ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സമാജ്വാദി പാർട്ടിയാണെങ്കിലും BSP ആണെങ്കിലും കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കിയ ഉത്തരേന്ത്യയിൽ വന്നിട്ടുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികളല്ല. അതെങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളത്? ഈ പറയുന്ന ഇന്ത്യൻ ബഹുസ്വരതയെ എല്ലാം സമാഹരിക്കുന്ന ഒരു ലാർജർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് ഈ സവർണ താല്പര്യങ്ങളെ, മുന്നോക്ക താല്പര്യങ്ങളെ, അല്ലെങ്കിൽ ഒരു എലീറ്റ് താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി ആളുകൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഈ നിലക്കുള്ള വലിയ ഇന്ത്യയിലെ ബഹുജനങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ് പിന്നോക്കം പോയി. കേരളത്തിൽ അത് സംഭവിക്കുന്നു. ദലിതുകളുടെ കാര്യത്തിൽ, ഈഴവരുടെ കാര്യത്തിൽ, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ്സിനത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തെറ്റ് തിരുത്തി ഈ പറയുന്ന ബഹുസ്വരമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന അവസ്ഥയിലേക്ക് വളരാനും മുന്നോട്ട് പോകാനും വികസിക്കുവാനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ആരോഗ്യം തങ്ങൾക്കില്ല എന്ന് കോൺഗ്രസ് തെളിയിച്ച സന്ദർഭമാണിത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നോക്ക കീഴാള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത്ര എളുപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാര്യമല്ല. കോൺഗ്രസിൻ്റെ ചുമലിൽ ചാരി നിന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായത്താൽ, കോൺഗ്രസിൻ്റെ മടിയിലിരുന്ന് എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തങ്ങളുടെ രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. തങ്ങളുടേതായ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും, തങ്ങളുടേതായ അധ്വാനം തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവർക്ക് ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സണ്ണി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, വൈക്കത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, വൈക്കത്ത് എങ്ങനെയാണ് ഇവൻ സ്ഥാനാർത്ഥിയാകുക എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം നിൽക്കുന്ന അവിടെ സണ്ണിയെപ്പോലെ ഒരാൾ, ഈ പറയുന്ന സനാതന ഹിന്ദു വിമർശനം നടത്തുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രശ്നമാവും കേട്ടോ എന്ന് പറയുന്ന ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ട്. അപ്പോൾ അത്തരം ഭീഷണികളെ, അല്ലെങ്കിൽ അത്തരം
കാര്യങ്ങളെ ഇച്ഛാപൂർവ്വം നേരിടാനുള്ള ശേഷി കോൺഗ്രസ്സിനില്ല. അതുകൊണ്ട് ആ കോൺഗ്രസ്സിൽ ചാരി നിന്നുകൊണ്ട് ഈ പിന്നോക്ക കീഴാള രാഷ്ട്രീയം വിജയിപ്പിച്ചു കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണെന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും സണ്ണി മാറ്റി നിർത്തപ്പെടും. ഞാൻ പറയാം, സണ്ണിയെ ഉൾക്കൊള്ളാനുള്ള ശേഷി, സണ്ണിയെ ഒപ്പം കൂട്ടാനുള്ള അതിനുള്ള കരുത്ത് കോൺഗ്രസ് ഇനിയും നേടിയിട്ടില്ലെന്നാണ്. അപ്പോൾ അതിൻ്റെ നഷ്ടം കോൺഗ്രസ്സിനുണ്ടാവും. കോൺഗ്രസിൻ്റെ വികാസ സാധ്യതയെ കോൺഗ്രസ് തന്നെ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗ് 2 സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല, ചെങ്ങന്നൂരും ചേലക്കരയും ഉണ്ട്. ഇതിലൊരു ചരിത്രപരമായ ഒരു മുൻ അനുഭവമുണ്ട്. 1946 അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബോംബെയിൽ നിന്ന് തോൽപ്പിച്ച് കളഞ്ഞു. അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിച്ചത് ആരാണെന്നറിയോ? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ബംഗാളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ടാണ് അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിക്കുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഒരു വെള്ളി രേഖയാണ്. അംബേദ്കറെ ഇന്ത്യൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന മുസ്ലിം ലീഗാണ്. സണ്ണിയുടെ കാര്യത്തിൽ ഈ ചരിത്രം വേണമെങ്കിൽ ലീഗിന് ഓർക്കാം. സതീശനെ കുറ്റപ്പെടുത്താൻ ഞാനില്ല എന്ന് സണ്ണിയും കപ്പിക്കാട് നേരത്തെ പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നിൽ RSS ആണ്, RSS ആശയങ്ങളാണ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗം ഒരുപക്ഷെ UDF-നെതിരായി വോട്ട് ചെയ്യാനുള്ള സാധ്യത പോലുമില്ലേ? തീർച്ചയായും ഉണ്ട്. അതായത് സണ്ണി കപ്പിക്കാട് സ്ഥാനാർത്ഥിയാവുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്ന സമയത്ത് ഞാനത് ഒട്ടും വ്യക്തിപരമായിട്ട് വിശ്വസിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ചർച്ചകൾ നടക്കും, അദ്ദേഹം സ്ഥാനാർത്ഥിയാണുള്ള 1% സാധ്യത പോലും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, സണ്ണി കപ്പിക്കാടിനെ കേരള പൊതുസമൂഹം ശ്രദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഒന്ന്, അദ്ദേഹം മാനവ സംഗമം എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന ഫാഷിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം വലിയ തോതിൽ ആളുകൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തതാണ്. രണ്ടാമത്, ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ചാനൽ ചർച്ചകൾ, പ്രസംഗങ്ങൾ, എഴുത്തുകൾ, ഇതാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. കേരളത്തിൽ ശൂദ്രകലാപം എന്നൊരു വാക്ക് കോയിൻ ചെയ്ത അദ്ദേഹമാണ്. ശൂദ്രകലാപം എന്ന് ഉദ്ദേശിച്ച് ഈ നാമജപ ഘോഷയാത്രയുണ്ടല്ലോ, ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിനെതിരെ നടന്ന നാമജപ ഘോഷയാത്ര അദ്ദേഹം വിശേഷിപ്പിച്ചത് ശൂദ്രകലാപം എന്നാണ്. ആർത്തവലഹള എന്ന് വേറെ ചിലർ വിളിച്ചിരുന്നു. അപ്പോൾ അതിനിശിതമായി ഈ പറയുന്ന എന്താണ് പറയുക, ശബരിമല വിഷയത്തിലും അതുപോലെ ഇന്ത്യൻ ഫാഷിസത്തിനെതിരെയും അംബേദ്കറൈറ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് ശക്തമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് കോൺഗ്രസ്സിന് എത്രമാത്രം യോജിക്കാൻ കഴിയുന്നുള്ളതാണ് പ്രശ്നം. അതായത് കോൺഗ്രസും അംബേദ്കറും അന്നുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ ഇന്നും നിലനിൽക്കുകയാണ്. ഇത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ വൈക്കത്ത് സ്ഥാനാർത്ഥിയാക്കാം എന്ന് VD സതീശൻ തീരുമാനിക്കുന്നതിന് പിന്നിലെ പശ്ചാത്തലം ദാവസാഹിബ് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അതായത് സതീശൻ ആഗ്രഹിക്കുന്ന ഒരു UDF എന്താണ്, സതീശൻ ആഗ്രഹിക്കുന്ന ഒരു കൊയലേഷൻ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ സണ്ണി കപ്പിക്കാട് ആരോപിക്കുന്ന പോലെ പൂർണ്ണമായിട്ടും RSSൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായതാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അത് കോൺഗ്രസിൻ്റെ ഇടപെടലുണ്ട്. RSSൻ്റെ ഇടപെടൽ ഒരു സംഘപരിവാർ നേതാവ് പറഞ്ഞതായിട്ട് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. സണ്ണി കപ്പിക്കാടിന് ഒരു കാരണവശാലും വൈക്കത്ത് മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് RSSകാരനെ അയാൾ ഇങ്ങനെ ആഹ്വാനം ചെയ്തതായിട്ട് ഞാൻ വായിച്ചിരുന്നു. അതിലുപരി കോൺഗ്രസ്സിനകത്ത് തന്നെ ഈ പറയുന്ന ധാരകളുണ്ട്. അതായത് ഈ പറയുന്ന ശബരിമല വിഷയം നമുക്കറിയാം, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട്, കേരളത്തിലെ KPCCയുടെ ഔദ്യോഗിക നിലപാട് ആചാര സംരക്ഷണമാണ്. അപ്പോൾ ഈ ആചാര സംരക്ഷണം എന്ന് പറയുന്ന നിലപാട് സണ്ണി കപ്പിക്കാടിനില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ വൈക്കത്ത് കൊണ്ടുവന്ന് എങ്ങനെ മത്സരിപ്പിക്കും എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്, അതിശക്തമായി ഉന്നയിക്കുന്നവരുണ്ട്. മറ്റൊന്ന് NSSൻ്റെ നിലപാടാണ്. NSS ഒരു കാരണവശാലും സണ്ണി കപ്പിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കില്ല. അപ്പോൾ NSSന് സേ ഉള്ള നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിൽ. NSSന് ഡയറക്റ്റ് ഫോൺ ചെയ്ത് പറയാം, അയാളെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറയാവുന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അത്തരം ഘടകങ്ങൾ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് സണ്ണി കപ്പിക്കാടിന് തഴയപ്പെടുന്നത്. അല്ലാതെ സതീശൻ നിസ്സായാവസ്ഥയായി പോകുന്ന വേറൊരു ലാർജർ പെർസ്പെക്റ്റീവ് കൂടിയുണ്ട്. അതായത് സതീശന് ഈ 2026 സംബന്ധിച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാവണം, ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് അതിൽ റെപ്രസെൻറ്റേഷൻ വേണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട്. ആരുടെയൊക്കെ വോട്ടാണ് UDF-ന് കിട്ടാൻ പോകുന്നത്, ആരൊക്കെയാണ് UDF-ന് പിന്തുണയ്ക്കാൻ പോകുന്നതിനെക്കുറിച്ച് അതിന് ഒരു കൃത്യമായ പ്രഡിക്ഷനുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. ആ പ്ലാൻ അടപടലം പൊളിയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഡൽഹി കാണുന്നത്. പൊളിഞ്ഞു. K. സുധാകരൻ മത്സരിക്കണം എന്ന വാശി പിടിക്കുന്നത് K. സുധാകരന് വേണ്ടി മാത്രമല്ല. K. സുധാകരൻ വാശി പിടിച്ച് നിൽക്കുന്നു. ആരൊക്കെ പോയി പറഞ്ഞിട്ടും ഈ മത്സരിക്കരുത്, പിൻവാങ്ങണം എന്ന് പറയാൻ പോകുന്ന ആൾക്കാർ പിൻവാങ്ങാനാണോ പറയുന്നത്, അതല്ല നിങ്ങൾ ധൈര്യമായിട്ട് മത്സരിക്കും, ഫേസ്ബുക്കിൽ പോസ്റ്റഡ് എന്നാണോ പറയുന്നത് പോലും അറിയില്ല. ഇന്ന നേതാക്കൾ കൊണ്ട് K. സുധാകരനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ. ഈ പോയി കാണുന്ന ആൾക്കാർ സുധാകരനോട് എന്താണ് പറയുന്നത് നമുക്കറിയില്ലല്ലോ. അവർ അടച്ചിട്ട മുറിയിലാണ് പറയുന്നത്.
അപ്പോൾ സുധാകരൻ മത്സരിക്കാൻ ഇപ്പോൾ കണ്ണൂർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കണ്ണൂർ മിക്കവാറും സുധാകരൻ തന്നെ മത്സരിക്കും. സുധാകരന് മാത്രം ഇളവ് വരുത്തുമെന്ന് കരുതുന്നു. സുധാകരൻ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ബാലികേറ മലയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ കോൺഗ്രസ് ധാരാളം സീറ്റുകൾ നേടേണ്ട ചില ജില്ലകളുണ്ട്. തിരുവനന്തപുരം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ജില്ലയാണ്. തൃശ്ശൂർ അതിൽ പ്രധാനപ്പെട്ട ജില്ലയാണ്. കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ജില്ലയാണ്. ഈ ജില്ലകളിൽ നേരത്തെ നഷ്ടമായ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടമായ സീറ്റുകൾ തിരിച്ചു പിടിച്ച് മാത്രമേ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ അവിടുത്തെ സ്ക്വാഡ് നമ്മൾ എടുക്കുക. അപ്പോൾ പ്രഖ്യാപിച്ച സീറ്റുകളുടെ സ്ക്വാഡ് എടുക്കുക. ആ സ്ക്വാഡ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് സതീശൻ്റെ ഒരു ഭാവനയല്ല നമ്മളിപ്പോൾ കാണുന്ന ലിസ്റ്റിൽ കാണുന്നത് ഗ്രൂപ്പ് വീതം വെപ്പാണ്. അവർ പരിണതപ്രജ്ഞരായ രാഷ്ട്രീയക്കാരാണ്. അവർ അതത് ആൾക്കാരൊക്കെയാണ്. അതൊക്കെ ശരി തന്നെ. ഒരു ഓഡിയോ ക്ലിപ്പ് കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് രമേശ് ചെന്നിത്തല കാറിൽ കയറാൻ പോകുമ്പോൾ ചാനലുകൾ ഇങ്ങനെ മൈക്ക് വയ്ക്കുകയാണ്. രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ്. ഫോണിൽ സംസാരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കണ്ടേ എന്നാണ്. അപ്പോൾ ഏതൊക്കെ പ്ലെയേഴ്സാണ് അവിടെ കളിക്കുന്നത് നോക്കുക. രമേശ് ചെന്നിത്തല ഒരു വശത്ത്, ഹൈക്കമാൻഡ് എന്ന് പറയുന്ന അവസാന തീരുമാനം എടുക്കുന്നത് KC വേണുഗോപാൽ മറുവശത്ത്. അങ്ങനെ പലതരം അധികാര കേന്ദ്രങ്ങൾ, പലതരത്തിലുള്ള താല്പര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന കോൺഗ്രസിൻ്റെ പട്ടിക. ആ പട്ടികയും വെച്ച് 2026 എങ്ങനെ അധികാരത്തിൽ വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിഷമമാണ് ഇന്നലെയും ഇന്നുമൊക്കെയാണ് നമ്മൾ സതീശൻ്റെ മുഖത്ത് കാണുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ ക്രൂഷ്യലാണ്. ആ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ നേതാക്കളുടെ താല്പര്യങ്ങൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പട്ടിക ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ പട്ടിക ചിതറിപ്പോവാണ്. ഇപ്പോൾ സുധാകരനെ മത്സരിപ്പിക്കുന്നതോടെ എന്താ ഉണ്ടാവുക? അത്തരം ക്ലെയിം മറ്റുള്ളവർക്ക് ഉന്നയിക്കാം. സുധാകരൻ മത്സരിച്ച് വന്നിട്ട് എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറയാം. ഇനിയിപ്പോൾ UDF എങ്ങാനും ഭൂരിപക്ഷം നേടുമെന്ന് പറയാം. സുധാകരൻ ക്ലെയിം ചെയ്യും എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറയും. അപ്പോൾ രമേശ് ചെന്നിത്തല മറ്റൊരു ക്ലെയിം ഉന്നയിക്കും. അപ്പോൾ ഹൈക്കമാൻഡ് എന്ത് ചെയ്യും? ഒരു ഒത്തുതീർപ്പ് ആയിട്ട് KC വേണുഗോപാലിനെ ഇറക്കും. അപ്പോൾ ഈ അനുനയം എന്ന് പറഞ്ഞ് നടക്കുന്ന അനുനയങ്ങൾ യഥാർത്ഥത്തിൽ അനുനയമാണോ അതല്ല മറ്റു വല്ലതും ആണോ നടക്കുന്നതെന്നുള്ളത് കണ്ടറിയാം. ഇതിൽ വേറൊരു കാര്യം, ഈ സണ്ണി കവിക്കാട് പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു ദളിത് നേതാവായിരുന്നു ജിഗ്നേഷ് മേവാനി. 2016 എനിക്ക് തോന്നുന്നു, 16 6 ഈ ഗുജറാത്തിൽ ഉനാ സംഭവം ഉണ്ടാകുന്നത്. അതിനെതിരായ പ്രതിഷേധമായിട്ടാണ് ഈ ജിഗ്നേഷ് രംഗത്ത് വരുന്നതും ശ്രദ്ധേയനാവുന്നതും. ദളിതുകളെ പരസ്യമായി ചാട്ടവാറ കൊണ്ട് അടിച്ച സംഭവം. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധി ജിഗ്നേഷ് മേവാനിയെ കാണുകയും സംസാരിക്കുകയും പിന്നെ ജിഗ്നേഷ് മേവാനി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുന്നു, വിജയിക്കുന്നു. 2 തവണ അവിടെ നിന്ന് വിജയിച്ചു. ഇപ്പോൾ നിലവിൽ MLA ആണ്. PCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് അവിടെ ഗുജറാത്തിൽ. ഈ പറഞ്ഞ ഒരു സവർണ രാഷ്ട്രീയം, പട്ടേൽ രാഷ്ട്രീയമൊക്കെ ശക്തമായുള്ള ഒരു സംസ്ഥാനത്ത് ജിഗ്നേഷ് മേവാനിയെ മുന്നോട്ട് കൊണ്ടുവരാനും സ്ഥാനാർത്ഥിയാക്കാനും മത്സരിപ്പിക്കാനും വിജയിപ്പിക്കാനും ഗുജറാത്തിലെ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അതിന് മുൻകൈ എടുത്ത രാഹുൽ ഗാന്ധിയാണ്. ഇങ്ങനൊരു പാരമ്പര്യം കൂടെ കോൺഗ്രസിനുണ്ട് എന്ന് മനസ്സിലാക്കണം.